മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ സംഘടനയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിദേശത്ത് ജോലിയുള്ള വിവരം PK ഫിറോസ് മറച്ചുവെച്ചുവെന്ന് ആരോപണം. ധോത്തി ചലഞ്ചിന്റെ പേരിൽ ഫിറോസ് കോടികളുടെ ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമായി KT ജലീൽ MLA. ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്തതിൽ ലീഗ് നേതൃത്വത്തിലും അസംതൃപ്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ PK ഫിറോസും UDF-ന് തലവേദനയാകുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ KT ജലീൽ MLA പുറത്തുവിട്ട തെളിവുകൾ മുസ്ലിം ലീഗിനുള്ളിലും വൻ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. യൂത്ത് ലീഗിന്റെ മുഴുവൻ സമയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫിറോസ് തനിക്ക് വിദേശത്ത് ജോലിയോ ബിസിനസ് സംരംഭമോ ഉണ്ടെന്ന് പാർട്ടി നേതൃത്വത്തെ പോലും അറിയിച്ചിരുന്നില്ല. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുഴുവൻ സമയവും പൊതുപ്രവർത്തനമാണ് PK ഫിറോസ് നടത്തുന്നതെന്നാണ് പാർട്ടി അണികളും വിശ്വസിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയിരുന്ന സത്യവാങ്മൂലത്തിലും തനിക്ക് ജോലിയോ ബിസിനസ്സോ ഉള്ള വിവരവും PK ഫിറോസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ KT ജലീൽ MLA പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഫിറോസിന് വിദേശത്ത് ജോലിയുണ്ടെന്നും അതുവഴി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെന്നും വ്യക്തമാകുന്നുമുണ്ട്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് PK ഫിറോസ് എന്ന് വ്യക്തമാകുന്ന ID കാർഡും ഫിറോസിന്റെ വർക്ക് പെർമിറ്റും KT ജലീൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് 22,000 UAE ദർഹമാണ് ഫിറോസിന്റെ മാസ ശമ്പളമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതുവഴി 5 ലക്ഷം രൂപയോളമാണ് ഫിറോസിന് ശമ്പളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം ഫിറോസ് സ്വന്തം നേതാക്കളിൽ നിന്നുപോലും ബോധപൂർവം മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് ജലീൽ തെളിവുകൾ സഹിതം ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ PK ഫിറോസിന്റെ നേതൃത്വത്തിൽ നടന്ന ധോത്തി ചലഞ്ചിലും കോടികളുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നുവെന്ന ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഇതുവഴി ഉയർന്ന കോടികളുടെ അഴിമതി ആരോപണത്തിൽ നിന്നും മുഖം രക്ഷിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നുമില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തന ഫണ്ട് രൂപീകരണത്തിനായാണ് സംസ്ഥാന കമ്മിറ്റി ധോത്തി ചലഞ്ച് ആസൂത്രണം ചെയ്തിരുന്നത്. എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ നിന്നും 500 രൂപയ്ക്ക് ധോത്തി വാങ്ങി 700 രൂപയ്ക്ക് വിൽക്കാനായിരുന്നു തീരുമാനം. ഇതിൽ 100 രൂപ കീഴ്ഘടകങ്ങൾക്കും 100 രൂപ സംസ്ഥാന കമ്മിറ്റികൾക്കും പ്രവർത്തനത്തിനായി സ്വരൂപിക്കാനായിരുന്നു തീരുമാനം. ഇത് പ്രകാരം 2,72,000 മുണ്ടാണ് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം വാങ്ങിയത്. കീഴ്ഘടകങ്ങളിൽ ഇത് വിതരണം ചെയ്യുകയും പിന്നീട് വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ 500 രൂപയ്ക്ക് പകരം 200 രൂപയിൽ താഴെയുള്ള വിലയ്ക്കാണ് മുണ്ടുകൾ വാങ്ങിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അതായത് ഒരു മുണ്ടിൽ തന്നെ 300 രൂപയുടെ വ്യത്യാസം. ഇതനുസരിച്ച് 8,16,00,000 രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നുവെന്നാണ് KT ജലീൽ MLA ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തുക PK ഫിറോസും ഒപ്പമുള്ളവരും ചേർന്ന് തട്ടിയെടുത്ത് അണികളെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് KT ജലീൽ ഉയർത്തുന്ന ആരോപണം. മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനുമായ KS ഹംസയുടെ ഇടപെടലോടെയാണ് ധോത്തി ചലഞ്ചിന് പുറകിൽ നടന്ന അനധികൃത ഇടപെടലുകൾ പുറത്തെത്തിയത്. തനിക്ക് ബന്ധമുള്ള സംഘടനയ്ക്ക് വേണ്ടിയാണ് യൂത്ത് ലീഗിന് ധോത്തി നൽകിയ കമ്പനിയെ ഹംസ സമീപിച്ചത്. 1 ലക്ഷം മുണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. യൂത്ത് ലീഗിന് നൽകിയ വിധത്തിൽ 167 രൂപയ്ക്ക് മുണ്ട് നൽകാമെന്ന കൊട്ടേഷനാണ് കമ്പനി നൽകിയത്. അതോടെയാണ് 200 രൂപയ്ക്ക് മുണ്ട് കിട്ടിയതെന്ന യൂത്ത് ലീഗ് നേതാക്കളുടെ വാദവും തെറ്റാണെന്ന് ബോധ്യമായത്. ഒരു മുണ്ടിന്മേൽ 33 രൂപയുടെ വ്യത്യാസമുണ്ടെന്ന് വ്യക്തം. 2 ലക്ഷത്തിലധികം മുണ്ട് വാങ്ങുമ്പോൾ അതിൽ തന്നെ വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഹംസയും ജലീലും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ധോത്തി ചലഞ്ചിനായി മുണ്ടുകൾ വാങ്ങിയതിലെ യഥാർത്ഥ GST ബില്ലുകൾ സോഷ്യൽ മീഡിയകൾ വഴിയോ ചന്ദ്രിക പത്രം വഴിയോ ഫിറോസ് പുറത്തുവിടണമെന്നും തന്റെ ഫേസ്ബുക്കിലൂടെ KT ജലീൽ MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മാണാവശ്യത്തിനായി ഭൂമി വാങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്ന വാദം ശക്തമാണ്. അതിലും ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുമുണ്ട്. മുതിർന്ന ചില നേതാക്കൾ ഫിറോസ് അടക്കമുള്ളവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. PK ഫിറോസ് ദുബായിൽ സെയിൽസ് മാനേജർ ആണെന്ന വസ്തുത എന്തിനു മറച്ചുവെച്ചുവെന്ന ചോദ്യമാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കളും അണികളും ഉയർത്തുന്നത്. ഈ ജോലിയിൽ തന്നെ ദുരൂഹത ഉണ്ടെന്ന വാദവും ശക്തമാണ്. അധിക സമയവും കേരളത്തിലുള്ള ഫിറോസ് എപ്പോഴാണ് വിദേശ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഇവിടെ നിന്നും ബിസിനസ് നടത്തി പണം വിദേശത്തേക്ക് എത്തിക്കുകയാണോ? അതോ മറ്റു പലരുടെയും ബിനാമിയായി നിന്ന് വിദേശത്ത് സ്വന്തം പേരിൽ നിക്ഷേപം നടത്തുകയും ഡിവിഡൻഡ് മാസശമ്പളമായി സ്വീകരിക്കുകയാണോ? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് KT ജലീൽ ഉയർത്തിയിട്ടുള്ളത്.
ഇതെല്ലാം ഇപ്പോൾ ലീഗ് നേതൃത്വത്തിനുള്ളിലും വലിയ വിസ്ഫോടനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കത്വ ഉന്നാവ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുകൾ നടന്നതായി ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം നൽകിയ കേസും ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ നടന്നു വരികയാണ്. PK ഫിറോസ് അടക്കമുള്ള നേതാക്കൾ അതിൽ പ്രതിസ്ഥാനത്തുമാണ്. അതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുന്നത്. ഈ വിധം അടിയൊഴുക്കുകളെ അത്യന്തം വൈകാരികമായാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് വസ്തുതകൾ അതിവേഗം മാറുന്ന സാഹചര്യത്തിൽ പാണക്കാട് കുടുംബ നേതൃത്വത്തെ സമീപിക്കാനും നീതി ആവശ്യപ്പെടാനുമുള്ള നീക്കത്തിലാണ് അസംതൃപ്ത ലീഗ് അണികളും നേതാക്കളും ഇപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന പോലെ PK ഫിറോസും കൂട്ടരും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും വലിയ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് പരിഹരിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ലീഗ് അണികൾ ഇപ്പോൾ ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.